മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇലത്തി അയച്ചുള്ള ഒരു അട അയച്ചാണ്. അതെൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ പഠിപ്പിച്ചു തന്നതാണ്. അത് മുരിങ്ങേൻ്റെ ഇലയും ക്യാരറ്റും മുത്താറിയും വെച്ചിട്ടുള്ളതാണ്. ആദ്യം ടീച്ചർക്കൊരു താങ്ക്സ്. മുരിങ്ങയിൽ നന്നായിട്ട് വൈറ്റമിൻസ് ഉണ്ട്, ക്യാരറ്റിൽ നന്നായിട്ട് വൈറ്റമിൻ എ ഉണ്ട്, മുത്താറിയിൽ നല്ല ബ്ലഡ് വരാൻ സഹായിക്കും. അടയുടെ ഫില്ലിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് മുരിങ്ങക്കായ്, തേങ്ങ, ഇത്തിരി ക്യാരറ്റ്, ഇത്തിരി ബദാം, ഇത്തിരി ജീരകം, ഇത്തിരി ഏലക്കായ്, ഇത്തിരി പഞ്ചസാര. നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തൊരു ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചെടുക്കണം. അപ്പോൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. നമുക്ക് തേങ്ങ ഇട്ടെടുക്കാം. തേങ്ങ ഒന്ന് വാടിക്കഴിയണം. പിന്നെ അതിലേക്ക് ക്യാരറ്റ് ഇട്ടെടുക്കാം. നമുക്ക് ജീരകം, ഏലക്കായ, ബദാം ചേർത്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാര, പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ഉപയോഗിക്കാം. മുരിങ്ങയിൽ അവസാനം ഇട്ടാൽ മതി. അത് ജസ്റ്റ് ഒന്ന് വാടിയാലും മതി. നമുക്ക് ഇടാം. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തണുക്കാം. ഇനി നമുക്ക് മുത്താറി അരിപ്പൊടിയും കുഴച്ചെടുക്കണം. അതിനായി ഒരു അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് ചേർക്കാം. മെല്ലെ മെല്ലെ കാട്ടുകുട്ടി മണിയെ നമ്മെ സോപ്പുകുട്ടി മണിയെ നമ്മെ കാട്ടുകുട്ടി മണിയെ നമ്മെ സോപ്പുകുട്ടി മണിയെ നമ്മെ നാട്ടു. നമുക്കിതൊന്ന് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാം.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മുത്താറി ഒന്ന് തച്ചു വാഴയില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാഴയില ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കറുവാപ്പട്ടൻ്റെ ഇലയായാലും യൂസ് ചെയ്യാം. നമ്മൾ മുത്താറി നന്നായി ചരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് കുഴയ്ക്കാം. കൊള്ളിച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അത് ഒരു ചെറിയൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയൊരു ബോളും ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഇല എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ആ ഇലയിൽ വെക്കുക. നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒറ്റ കൈ കൊണ്ട് മാത്രമേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലത്താക്കി ചെയ്താൽ അപ്പം ഇത് നന്നായിട്ട് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ്സ് മുറിക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് അത് നമുക്ക് അടുത്തതും ഇതുപോലെ ചെയ്യാം. ഇതാ ഇതുപോലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തൊട്ട് ഇടാം. ഇത് നമ്മൾ പറ്റിച്ചിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ്സ് വെച്ച് മടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്ക് വെക്കാം. ഇപ്പം പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് തണുത്തിച്ചത് കഴിച്ചു നോക്കാം. അട തണുത്തിച്ചുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അട സൂപ്പർ ആക്കിയ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.